എന്താടാ വർക്കിച്ച? അച്ചായ, അവന്മാര് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായി. ഏത് അണ്ടർഗ്രൗണ്ട് ഒരു പിടിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ പേടിക്കാതെ വർക്കിച്ച. നെഞ്ചി കുന്തം കുത്തി ഇറക്കിയാലും ചീരയും കാസിമും നമ്മളെ പറ്റി ഒരക്ഷരം മിണ്ടില്ല. അതോറപ്പാ. അമ്മയെ പോലെ ചങ്ങലേ കിടന്ന് ചാകാനാണോട് ഇതിന്റെ ഉരുമ്പെട്ട പോക്ക്? കൊല്ലുവിളി കൂടിപ്പോയതാടി കുഴപ്പം. പെരയ്ക്കകത്ത് ഒതുങ്ങി കൂടിയില്ലെങ്കിൽ കടിച്ചു കളയാൻ പോലും മടിക്കില്ല ഞാൻ. ആ പെങ്കൊച്ചിനെ സമ്മതിക്കണം. മുന്നും പിന്നും നോക്കാതെ ഉള്ള കാര്യം നേരെ കയറി പറഞ്ഞില്ലേ? ആ ചെന്നക്കാടന്മാർ 8 10 സാക്ഷികളെ വീതമാ നിരത്തിയത്. ഡിവൈഎസ്പി ഏമാൻ പിടിച്ചിരുത്തി ശരിക്കൊന്ന് കുടഞ്ഞപ്പോ സത്യമാണ്ടെങ്കിൽ പോന്നു. ആ പെങ്കൊച്ചു കാരണം നമ്മുടെ ജോയിച്ചൻ രക്ഷപ്പെട്ടു. അണ്ണനെ എന്തിനാ കാര്യന്നേ? പലക വിളിക്കാടാ. അണ്ണനെ നീ കാര്യം പറ. എന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ എത്ര കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. പറഞ്ഞ വല്ലതും കേട്ടോ? ഒന്നും കേട്ടില്ലേ? ഇവരുടെ ചെവിക്കകത്ത് ഈയം ഉരുക്കി ഒഴിച്ചിരിക്കുക. ഹലോ, ഒരു ചായ അടിക്കി. ചത്തു നിൽക്കുവാണോ? ഹമീദേ, നിനക്കും വേണോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു പെണ്ണ്? ഹമീദേ, പ്രതികരിക്കാൻ സമയമായി. വെറും ഹമീദായിട്ടല്ല, സബ് ഇൻസ്പെക്ടർ ഹമീദായിട്ട്. എടാ, നീ ആരെയാ സല്യൂട്ട് അടിച്ചേ? ചൂടോ? ഇവ കഞ്ചാവാണോ? ഓ, അത് കത്തിക്കോളും. നീ എന്നാ ഉള്ളി അരിഞ്ഞ്. എടാ എടാ, ഓ, ഇതിന്റെ കീഴിൽ തേങ്ങ എടുത്ത് പൊടിച്ചോണ്ട് വാ. കപ്പയ്ക്ക് നല്ല അരപ്പ് വേണം. എന്റെ കുഞ്ഞമ്മേ, ആകെ 2 കൈകളെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എന്തെല്ലാം പണികളെ ഒരുമിച്ച് ചെയ്യുന്നത്. ആണുങ്ങളായ കൈയും കാലും ആണെങ്കിൽ ജോലി ചെയ്യണം. നീ പോയി തേങ്ങ എടുത്ത് പൊടിച്ചോണ്ട് വാ. പാര അപ്പുറത്ത് കിടപ്പുണ്ട്. പാര കിട്ടിയില്ലേടാ? ഈ സൈസിലുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ ഇനി വേറെ പാര എന്തിന്? വന്നിട്ട് അധിക നേരമായില്ലല്ലോ അല്ലേ? കപ്പ വേണ്ട, വേഗം വാടാ. തേങ്ങ അമ്മത്തെ പൊതിക്കാൻ വേറെ. എന്നതാടാ തൊണ്ണ വിളിച്ചു കിട്ടാത്ത കാര്യം പറ. ആ സർക്കിളവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പെങ്കൊച്ചി ഇങ്ങോട്ട് വന്നത് അറിഞ്ഞോണ്ടാന്നാ തോന്നുന്നേ. ഇറക്കി വിടറി അവളെ. പോലീസാ കാര്യമൊക്കെ ചെയ്തു തന്നെ. എന്നതാ പ്രശ്നം? നിന്റെ മത്തിക്കൊട്ടയ്ക്ക് വിലപേശാൻ അല്ലടി ഞാൻ വന്നത്. എന്റെ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാ. എന്നാ നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ എന്നെ പുറത്തേക്ക് വെച്ചിരിക്കാണോ? വിളിച്ചിട്ട് വരുന്നെങ്കിൽ വിളിച്ചോണ്ട് പോയാമാന്നെ. പിടിച്ചിറക്കൊണ്ട് പാടുവോളെ. ഈ ഭൂമി കാല് കുത്തിയത് ഓക്കെ, പക്ഷെ പൊരയ്ക്കകത്തോട്ട് പോലീസ് കാല് വെക്കണമെങ്കിലേ എന്റെ ആമക്കള് 2 എണ്ണം പറയണം. അല്ലാതെ വെക്കുന്ന കാലൊക്കെ മുട്ടേൻ ഇന്ത്യയെ പുറത്തേക്കും പോവോ? പോലീസുകാരുടെ കാല് വെട്ടിക്കളയുമെന്നല്ലോടി നീ പറഞ്ഞതിന്റെ അർത്ഥം? അർത്ഥവും വ്യാകരണവും ഒക്കെ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണ്ടേ സാറേ? മത്തിക്കുഞ്ഞമ്മയോട് ചോദിക്കാതെ. നമ്മള് വെറും 4ാം ക്ലാസ് നടപ്പുവാണേ. പോലീസ് ഭാഷ കൂടി നിന്നെ പഠിപ്പിച്ചേരാവടി പോലെ അടിച്ച്. എന്റെ നിർത്തണം സാർ. സാർ, ഞാൻ സബ് ഇൻസ്പെക്ടർ ഹമീദ്, നാട്ടുകാരുടെ ഭാഷയിൽ കണ്ടാലടി ഹമീദ്. എക്സ്ക്യൂസ് മീ സാർ, യു ആർ എ ഹൈ റാങ്കിംഗ് ഓഫീസർ. ഡു ഐ സംഹൗ വയലേറ്റ് എനി ഡിപ്പാർട്ട്മെന്റൽ എത്തിക്കേറ്റ്സ്? നോട്ട് അറ്റ് ഓൾ. എങ്കിലൊരു പബ്ലിക് സർവന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണം സാർ. സെക്ഷൻ 42 കേരള പോലീസ് ആക്ട് പ്രകാരം വെക്സേഷ്യസ് എൻട്രി, അന്യായമായി കയറി ചെല്ലുക, സെർച്ച് നടത്തുക, മനസ്സിൽ ദുരുദ്ദേശം വെച്ച് അധികാരപരിധി ലംഘിക്കുക, ഇതൊക്കെ വെളിവാക്കുവാൻ എന്റെ കയ്യിൽ തക്കതായ തെളിവുകളുണ്ട് സാർ. പവർഫുൾ എവിഡൻസ്. വാട്ട് ഡു യു മീൻ? പറയാം സാർ. ആ പബ്ലിക് സർവന്റ് അങ്ങാണ് മിസ്റ്റർ ജേക്കബ് പുറക്കാടൻ, CI ഓഫ് പോലീസ്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ബ്ലഡി മൗത്ത് അല്ലേ സാർ, എന്നും ഈ 2 നേരം കോൾഗേറ്റ് ഇട്ട് ബ്രഷ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മൗത്ത്. ജേക്കബ് പുറക്കാടൻ നിനക്ക് അറിയില്ലടാ റാസ്കൽ. അറിഞ്ഞു സാർ, ധാരാളം അറിഞ്ഞു.
ഒരു മാസം മുമ്പ് ആൾമാറാട്ടക്കാരനായി ഞാൻ ഈ ചന്തപ്പറമ്പിൽ കാലുകുത്തിയത് ഇവിടുത്തെ ഏറ്റവും വലിയ ചട്ടമ്പികളെയും കള്ളന്മാരെയും അടുത്തറിയാനായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർക്കൊക്കെ മുമ്പ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് സാറിനെയാണെന്ന്. നിന്റെ തലയ്ക്ക് മേലെയാടാ എന്റെ കസേര. നീ ഇപ്പൊ കാണിച്ച നെകളിപ്പിന് കണക്ക് പറയേണ്ടി വരും. ഓ, ഇൻസബോർഡിനേഷൻ. നേരാവണ്ണം ഡ്യൂട്ടി ചെയ്യുന്നവനെ നിങ്ങളെ പോലുള്ള മേലുദ്യോഗസ്ഥന്മാർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ സ്ഥിരം കലാപരിപാടികൾ. മെമ്മോ, സസ്പെൻഷൻ, ഡിസ്മിസൽ ആയിക്കോളൂ സാർ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്റെ മുമ്പിൽ പ്രതിയാണ്. കുറ്റവാളികൾ എന്റെ മുമ്പിൽ വാചകടിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. എക്സ്പെഷ്യലി എ ട്രസ്പാസ് ഡിഫൻഡന്റ്. എടാ കൊച്ചനെ, ഈ കാക്കിത്തോല് ദേഹത്ത് കയറിയിട്ട് കൊല്ലം ഒരുപാടായി. എന്റെ അടുത്ത് സാമർത്ഥ്യം കാണിക്കല്ലേ. ക്രിമിനലുകൾക്ക് വേണ്ടി സ്വയം ക്രിമിനലായി മാറുന്ന ജേക്കബ് പുറക്കാരന്റെ ഏഴാംകുലി സാമർത്ഥ്യമല്ല സാർ എന്റേത്. ഇത് റിയൽ പോലീസാന്റെ സാമർത്ഥ്യം. കത്തിക്കരിച്ച് ചാമ്പലാക്കിയാലും കൊത്തിയെറിഞ്ഞ് കടലിൽ തള്ളിയാലും അതിൽ നിന്നും സത്യത്തെ സൃഷ്ടിക്കുന്ന പോലീസ് പെർസിവറൻസ്. അത് ഞാൻ ബോധ്യമാക്കി തരണോ? ബോധ്യമാക്കി തരണടോ. പുറക്കോടോ. സാറേ, ഇതിപ്പോ എലി വന്ന് പുലിയായെന്ന് പറഞ്ഞ പോലെ ആയല്ലോ സാറേ. അല്ല, ഇത്രയും നാളെ എന്തിനാ സാറേ ഞങ്ങളായിട്ട് വട്ടി കളിപ്പിച്ചേ? അതുകൊണ്ടെന്താ, എനിക്ക് വെറുതെ അടുത്തറിയാൻ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ എന്റെ കണ്ണിൽ ഏറ്റവും വലിയ ചട്ടം പിച്ചാനായിരുന്നു. പുറക്കാടൻ ഏമാനെ കളിയാക്കിയതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇൻസബോർഡിനേഷൻ, അതായത് മേലുദ്യോഗസ്ഥനോട് അനുസരണക്കേട് കാണിക്കുക. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് പറപ്പിക്കുന്ന കാര്യമല്ലേ ഇത്. ആ, അതിൻ്റെതായ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അവരങ്ങനെ അടങ്ങിയിരിക്കുന്നു തോന്നണല്ല. അടങ്ങിയിരിക്കില്ല ഞാൻ. എല്ലാം തകർക്കും. അവളെയും കൊല്ലും, അവന്മാരെയും കൊല്ലും ഞാൻ. തനിക്ക് വേണ്ടി കുരിശെ കയറി കയറി ഇപ്പൊ എന്റെ മോള് പോലും അവന്റെ ചേരിയിലായി. നിപ്പുണ്ടല്ലോ കുറെ കടാമുട്ടന്മാര്. എന്നിട്ട് എന്തായി? താനായിട്ട് ആരെയും കൊല്ലാനും തിന്നാനും പോണ്ട പുറക്കാടാ. അതിന് വഴിയുണ്ട്. തന്റെ മോള് താനേ തിരിച്ചു വരുന്ന വഴി. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്ന വഴി. A route of route, not mine. തൊണ്ണയെ വെച്ച് വിഴുങ്ങാതെ വഴി എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയണോ? പറയാം. മാട് പറയുന്നതിന്റെയും കൂട്ടാളികളുടെയും വിഷപ്പല്ലെടുക്കാൻ ഒരൊറ്റ മറുമരുന്നേ ഉള്ളൂ. ഭീകരൻ ചാക്കോ. അയ്യോ, അത് വലിയ റിസ്ക് ചായ. മനുഷ്യനാണോ മൃഗമാണോന്ന് അവന് തന്നെ അറിയാൻ പാടില്ലാത്ത ജാതിയാ. കമ്പക്കല്ലിലെയും പുഞ്ചക്കൊല്ലിയിലെയും കഞ്ചാവ് കൃഷിക്കാരുടെ അവസാന വാക്കാവൻ. കാടാറ് മാസം നാടാറ് മാസം, അതാ ഭീകരന്റെ രീതി. ചാക്കോ വന്ന ഒരു നിരത്തെ എടുത്തേച്ച് പോയാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നമ്മളാണെന്ന് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയില്ല. എന്താ അതുപോലെ തനിക്ക്? എന്നാ ആ കാട്ടുമാക്കാരെ വിളിയിടൂ. ആരെന്ന് പോയി ചോരടാ. എവിടുന്നാണാവോ? ആരാ?
ഉപയോഗിച്ചിട്ട് അവന്മാര് നന്നാവുന്നൊക്കെയാണ്. നന്നാവട്ടെ മക്കളെ. അറിയിച്ച ചെന്നക്കാടന്മാര് നമ്മൾ ഈ മണ്ണിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് ഇനിയും സമയമുണ്ട്. എന്തായാലും ബ്രിട്ടീഷ് മാർക്കറ്റ് ഒന്ന് കിടുങ്ങി. ചാക്കോച്ചോ, ഇതൊന്ന് പിടിച്ചേ. നാട്ടിലുള്ള കുടിയന്മാരെ പറ്റിക്കുന്ന ഈ നിറം കലക്കിയ ദ്രാവൊന്നും ചാക്കോയുടെ വയറിന് പിടിക്കത്തില്ല വർക്കിച്ച. ഇത് സാമാനം വേറെ. കാട്ടുകിഴങ്ങും കന്നിച്ചടയനും ചേർത്ത് വാറ്റിയെടുത്ത ഉടുമ്പൻ ഉൽപ്പന്നം. അതിരിക്കട്ടെ, എന്താ അടുത്ത പദ്ധതി? ഞാനിപ്പോ അവനെ ചുണ്ണാമ്പ് തേച്ച് വിട്ടിരിക്കുക. അടുത്തത് ഉയരെടുപ്പ്. സമയാകട്ടെ. ചേടാ, അതിന് മുഹൂർത്തവും നേരവും നോക്കണോ? എടോ പോലീസേ, താൻ ക്യാമ്പിൽ പഠിച്ച പാഠമല്ല എന്റേത്. കാട് കയറി നേടിയ അനുഭവങ്ങളാ. ആന ഇടഞ്ഞറിയണം, കാടിളക്കി അറിയണം. ഈ ചാക്കോയുടെ പ്രമാണമതാ. പറഞ്ഞു കൊടുക്ക എന്റെ കുഞ്ചറിയാച്ച. ശരിയാവൂടോ. അമ്മച്ചി എന്നാ പള്ളിപ്പെരുന്നാൾ കാണുവാണോ? ആ കറി അങ്ങോട്ട് എടുത്ത് വിളമ്പമ്മച്ചി. എത്ര കൂട്ടം കറികളുമായിട്ട് ചോറുണ്ടുന്ന കുട്ടിയാ. ഈ മുളക് കുത്തി കലക്കിയ വെള്ളമൊക്കെ പിടിക്കോ എന്തോ. എത്ര തരം കറികൾ നിരത്തിയിട്ടെന്താ വിളമ്പി തരാൻ ഇതുപോലൊരു പൊന്നു കൈ കൂടെ വേണ്ടേ? മൂക്കിനി എന്നാത്തിന്റെ കുറവാ. എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് കഴിക്കാമല്ലോ. ഈ മെഴുക്കുരട്ടും കൂടി ഇത്തിരി കഴിച്ചേ. ആഹാരസ്ഥാനത്ത് മുന്നിൽ നിന്നാണോ അമ്മയും മക്കളെയും പഞ്ചായത്ത് മീറ്റിംഗ്? നീ പോടാ. കൊച്ചേ, ദേ വരവും പോക്കൊക്കെ കൊള്ളാം. അപ്പൻ എന്തായാലും അപ്പം തന്നെയാ. കാണ്ടാമൃഗാണെങ്കിലും. ഒരു സ്വർഗ ജോലിന്റെ വീട്. എനിക്കിപ്പോ എല്ലാരും ഉണ്ട്. അമ്മച്ചി, ചേട്ടൻ, ചേച്ചി, പിന്നെ 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 ചോദിച്ചൻ. അങ്ങനെ ചോയ്ച്ചൻ എന്ന് മാത്രം പറഞ്ഞാ പോരല്ലോ. അമ്മച്ചി, ചേട്ടൻ, ചേച്ചി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാനം തരണമല്ലോ. വേണം. എന്നാ പിന്നെ ഒരു കെട്ടിയോന്റേതായിക്കോട്ടെ. അയ്യടാ, ഒരു കോന്തം കെട്ടിയോ. ലീനയുടെ ഒരു തമാശ. അയ്യ, തമാശ.
ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. ആമേൻ. അച്ചോ, ഒന്നുകിൽ ഞാൻ അവന്മാരെ നരകത്തിലേക്ക് അയക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ജോയിച്ചിന്റെ അടുത്തേക്ക് പോകും. എന്താ പറയുക നീ പറയുന്നേ? നിന്റെ പ്രതികാരം സൂര്യാസ്തമയം വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സാത്താന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കേണ്ട സമയം അല്ലിത്. കുഞ്ഞെ, മനുഷ്യരാശിയെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഒരു വൈദികന്റെ കടമ. പക്ഷേ നിന്നോട് ഞാനിപ്പോ ഇതിന് എന്താ പറയാ? ഞാൻ പോവും അച്ചോ. പെരുവഴി കിടന്ന് പറയുന്നതിനെ മാമോസ മുക്കി കുംഭസാരവും കുർബാനയും കൈക്കൊള്ളിച്ചത് അച്ഛനാ. പറയതിന്റെ വായി മണ്ണ് വേണമെന്ന് അറിയുമ്പോ അച്ഛൻ നട്ടവും നൊമ്പരവും തോന്നാതിരിക്കാൻ പറയുക. അവസാനായിട്ട് ഈ കൈ കൊണ്ട് എന്തെങ്കിലും കൂതാശ കൂടെ തരാനുണ്ടെങ്കിൽ അതിപ്പോ തന്നേക്കണം മോനെ.
ഇവിടെ ഒന്നും കാണുന്നില്ല അച്ഛാ. വിഡ്ഢിത്തരത്തിന് ശ്രമിച്ചാൽ ഭീകരൻ ചാക്കോയ്ക്ക് പുറകെ ചത്തു വീഴുന്ന ചെന്നക്കടമർ മാത്രമായിരിക്കില്ല, അതോർത്തോ. തോക്കിൽ ലാത്തിയും ചൂട് നിൽക്കുന്ന ഏതൊരു ഏമാർക്ക് മുമ്പിലും തല കുനിച്ചു കൊടുക്കാനുള്ള ചങ്കുറ പോലെയാ പറയുന്നത് നിൽക്കുന്നത്. പക്ഷേ അതിന് മുമ്പൊന്ന് ചോദിച്ചോട്ടെ, എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിരപരാധി എന്റെ അനിയനെ പട്ടാപ്പകൽ ശ്വാസം മുട്ടിച്ച് കൊന്നു. എനിക്ക് നേരെ ഉന്നം പിടിച്ചു നിൽക്കുന്ന ഏത് പോലീസുകാരാ കൊലപാതകത്തിന് നൊന്തത്? പക്ഷേ എനിക്ക് നൊന്തു, കാരണം അവൻ എന്റെ പൊന്നനിയനായിരുന്നു. എന്റെ അനിയന്റെ കൊലപാതകയെ കണ്ടെത്താൻ ചെന്നക്കാടന്മാരുടെ അരഞ്ഞാണച്ചാടായ പുറക്കാട് സർക്കിളും എത്ര പോലീസുകാർ ഉറക്കളച്ചു. എന്നാൽ ഞാൻ അവനെ കൊന്നു, തേടി പിടിച്ചു കൊന്നു. ശവം ബ്രിട്ടീഷ് മാർക്കറ്റിലെ തെരുവുപറ്റുകൾ തിന്നാൻ കൊടുക്കും. പട്ടിക്കും പന്നിക്കും വേണ്ടാത്ത ഈ രണ്ട് മനുഷ്യമൃഗങ്ങളെ കൊല്ലാ തെളിവിനെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇന്നലെ വരെ ഞാനൊരു കുറ്റവാളിയായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാനൊരു കൊലപാതകയാണ്. കീഴടങ്ങാൻ തയ്യാറുമാണ്. നീ ദാനം തരുന്ന ജീവൻ ചെന്നൈക്കാടന്മാർക്ക് വേണ്ട പുല്ലേ.
ഹബീബ്, I will terminate you, rascal. താൻ കുറെ പുളുത്തും. കൊലവിളി മാത്രം നടത്തി ശീലിച്ച തനിക്ക് ഇതല്ലാതെ മറ്റു ഭാഷ എന്തറിയണോ സർക്കിളെ? കുറ്റക്കവാത്തും കുറ്റപ്പാറവും സെക്യൂരിറ്റി മാത്രം ഡിഫാൾട്ടർ ഷീറ്റിലുള്ള തനിക്ക് യഥാർത്ഥ പോലീസുകാരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാ ഞാനത് അറിഞ്ഞൂടോ. അതുകൊണ്ട് ഞാൻ ഈ കുപ്പായ അങ്ങോട്ട് ഊര. മൃഗീയത, മര്യാദക്കേട്, അഴിമതി, നിഷ്ക്രിയത്വം എന്നീ സകല ദുർഗന്ധങ്ങളും പേറുന്ന തന്നെ പോലുള്ളവർ യൂണിഫോം ഇട്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ യൂണിഫോം വേണ്ട. ഇന്നു മുതൽ എന്റെ ഒപ്പം നിങ്ങളല്ല, നിങ്ങളോടൊപ്പം ഞാനാ. പറയിച്ച വിലങ്ങനായി നീ കൈനീട്ടേണ്ടത് പോലീസുകാരുടെ മുമ്പിലാണ്, അല്ലാതെ പോലീസ് നായ്ക്കളുടെ മുമ്പിലല്ല. നിയമം നീ കയ്യിലെടുത്തിട്ടില്ല, നിയമമാണ് നിന്നെ കയ്യിലെടുത്തത്. നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ടടാ.